2001 മാർച്ച് 30 ഋഷികേശ്. ജ്ഞാനദളം 299. ശക്തിയും വിധേയത്വവും. വേറെ ആരുടെയെങ്കിലും കീഴിൽ ജോലിയെടുക്കാൻ പലരും ഇഷ്ടപ്പെടുകയില്ല. അത് അവരുടെ തന്നെ തൊഴിലായാലും ശരി, സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്ന സേവനത്തിലായാലും ശരി. ആരുടെയെങ്കിലും കീഴിൽ ജോലിയെടുത്താൽ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമെന്നും കാര്യങ്ങൾക്ക് സമാധാനം പറയേണ്ടി വരുമെന്നുമാണ് പൊതുവായ ധാരണ. അതുകൊണ്ട് മേലുദ്യോഗസ്ഥന്റെ കീഴിലിരിക്കാൻ വയ്യാത്തതു കാരണം ആളുകൾ ബിസിനസ്സുകാരാകുന്നു. എന്നാൽ ബിസിനസ്സിൽ പലരോടും സമാധാനം പറയേണ്ടതുണ്ട്. ഒരു വ്യക്തിയോട് പോലും സമാധാനം പറയാൻ പറ്റാത്ത നിങ്ങൾ എങ്ങനെയാണ് പലരോടും സമാധാനം പറയുക? ഇതാണ് വിരോധാഭാസം. സത്യത്തിൽ മേലുദ്യോഗസ്ഥനേക്കാൾ നിങ്ങളെ ബന്ധിപ്പിക്കുന്നത് ബിസിനസ്സാണ്. ആരുടെയെങ്കിലും കീഴിൽ ജോലിയെടുക്കാൻ വിസമ്മതിക്കുന്നത് ദൗർബല്യത്തിന്റെ ലക്ഷണമാണ്, ശക്തിയുടെയല്ല. ശക്തന് സ്വന്തം ശക്തി അറിയുന്നത് കൊണ്ട് ആരുടെ കീഴിലും ജോലിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. സ്വന്തം ശക്തി തിരിച്ചറിയാത്ത ദുർബലരാണ് മറ്റുള്ളവരുടെ കീഴിൽ ജോലിയെടുക്കാൻ ഇഷ്ടപ്പെടാത്തത്. അവർക്ക് ബിസിനസ്സിലോ മറ്റെന്ത് തൊഴിലിലോ ആയാലും ശരി, വിജയിക്കുവാൻ സാധിക്കുകയില്ല. സാമൂഹിക സേവന മേഖലയിലും ഇത് ബാധകമാണ്. പലപ്പോഴും വേറെ ആരുടെയെങ്കിലും കീഴിൽ പ്രവർത്തിക്കാൻ സന്നദ്ധ സേവകർ ഇഷ്ടപ്പെടുകയില്ല. ഇത് അവരുടെ ദൗർബല്യത്തിന്റെ പ്രകടനം മാത്രമാണ്. ഇങ്ങനെയൊരു മനോഭാവമുള്ളപ്പോൾ വളരെ കുറച്ച് നേട്ടങ്ങൾ മാത്രമേ അവർക്ക് ഉണ്ടാവുകയുള്ളൂ. ദുർബലനും മനസ്സിന് ശക്തിയില്ലാത്തവനുമായ ഒരാൾക്ക് ജ്ഞാനിയുടെ കീഴിൽ പ്രവർത്തിക്കുന്നത് പോലും അസ്വസ്ഥതയുളവാക്കും. എന്നാൽ സ്വന്തം ശക്തി അറിഞ്ഞ് ഫലപ്രദമായി ഉപയോഗിക്കുമ്പോൾ അയാൾക്ക് വിഡ്ഢിയുടെ കീഴിലും ഫലപ്രദമായി പ്രവർത്തിക്കാൻ പറ്റും. നിത്യാനന്ദ്. എന്നാൽ വിഡ്ഢിയുടെ കീഴിൽ പ്രവർത്തിക്കുന്നത് നിരാശയുളവാക്കും. ഗുരുദേവ്. സ്വന്തം ശക്തി തിരിച്ചറിഞ്ഞാൽ നിങ്ങളുടെ നൈപുണ്യവും ബുദ്ധിയും ഉപയോഗിച്ച് ഏത് ദോഷത്തെയും ഗുണമാക്കി മാറ്റാൻ നിങ്ങൾക്ക് കഴിയും. വിഡ്ഢിക്ക് നിങ്ങളുടെ ആശയവിനിമയ ശേഷിയുടെ മികവ് പുറത്തു കൊണ്ടുവരുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ആരുടെയെങ്കിലും കീഴിൽ ജോലിയെടുക്കുന്നതിൽ നിങ്ങൾക്ക് അസ്വസ്ഥത തോന്നുന്നുവെങ്കിൽ നിങ്ങളെ തന്നെ ശക്തിപ്പെടുത്താൻ സമയമായി എന്നത് വ്യക്തമാണ്. സാഹചര്യങ്ങളിൽ നിന്നും ആളുകളിൽ നിന്നും സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നത് സ്വാതന്ത്ര്യമേയല്ല. ആർക്കും നിങ്ങളുടെ സ്വാതന്ത്ര്യം എടുത്തുകളയാൻ സാധിക്കുകയില്ല എന്ന് അറിയുന്നതാണ് ശക്തി. സ്വന്തം ശക്തി ഇളകാത്തതാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോൾ ആരുടെ കീഴിലും പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുകയില്ല. ജയ് ഗുരുദേവ്.